പ്രസക്തി നഷ്ടപ്പെട്ട പൗരോഹിത്യം. സത്യപ്രഭ പരമ്പരയുടെ 2ാം ഭാഗം. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ പൗരോഹിത്യത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടതെന്നാണ്. ലേവ്യ പൗരോഹിത്യം ആണ് പൗരോഹിത്യം എന്ന് പറഞ്ഞത് ഉണ്ടായിരുന്നത്. അത് വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിനൊരു പാട്ടുണ്ട്. അതായത് ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹ്റോൻ മൂശയോടൊന്നിച്ച് സ്കറിയായ്ക്ക് അത് നൽകി മൂശ സ്കറിയ യോഹന്നാനേകി, യോഹന്നാൻ കർത്താവിനും തൻ സ്ലീഹന്മാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്കേകി സ്ലീഹന്മാരെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒന്ന് ഗ്രഹിക്കേണ്ടതായിട്ടിരിക്കുന്നു. ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹ്റോൻ മൂശയോട് ഒന്നിച്ചെന്ന് പറഞ്ഞ പച്ചക്കള്ളം. കാരണം മോശ ഒരിക്കലും ഒരു പുരോഹിതനായിരുന്നില്ല, മോശ ഒരു പ്രവാചകനായിരുന്നു. ആദ്യത്തെ ലേവ്യ ഗോത്രത്തിലെ പുരോഹിതനെന്ന് പറഞ്ഞ അഹ്റോനാണ്. യഹോവയായ ദൈവം പറഞ്ഞു, നീ അഹ്റോനെ അഭിഷേകം ചെയ്യണം. എന്തിനാ? അവൻ വേണം ഈ മൃഗത്തെ കൊല്ലാൻ. ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ നല്ല ഒന്നാന്തര കാളക്കുട്ടിനെ ഒരുത്തനായ അഹ്റോൻ വിചാരിച്ചാൽ പിടിച്ച് കൊല്ലാൻ ഒക്കുമോ? അപ്പോൾ അഹ്റോന് 3 മക്കളുണ്ട്. അവരും നല്ല പോത്ത് മാതിരിയുള്ളവരാണ്. അവരും കൂടെ ചേർന്നിട്ടാണ് ഈ മൃഗത്തെ പിടിച്ച് കെട്ടി അതിൻ്റെ കഴുത്ത് അറുത്ത് രക്തം എടുത്ത് ബലി ഉപയോഗിക്കുന്നത്. മോശ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ അത് പച്ചക്കള്ളം. അഹ്റോൻ മോശയോട് ഒന്നിച്ച് സ്കറിയായ്ക്ക് അത് നൽകി മൂശ, അത് പച്ചക്കള്ളം. എന്താണെന്ന് വെച്ചാൽ BC 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മോശ. സ്കറിയ BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാ. 8, 6, 14 800 വ്യത്യാസം ഉണ്ട് ഈ കാലയളവ് തന്നില്ല. അപ്പോൾ ഇത് കൊണ്ട് കൊടുത്ത എങ്ങനെയാ? അത് പച്ചക്കള്ളം. സ്കറിയ യോഹന്നാനേകി. സ്കറിയ വേണ്ട രീതിയിൽ പുരോഹിതൻ്റെ ശുശ്രൂഷയെല്ലാം നടത്തി. അത് നമ്മൾ വായിക്കുന്നതും നമുക്ക് കാണാവുന്നതുമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകനായ സ്നാപക യോഹന്നാൻ ഒരു യാഗവും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ആരും പൗരോഹിത്യം കൊടുത്തില്ല. അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ വനത്തിലങ്ങ് പോയി ഏകാന്ത ജീവിതം ജീവിച്ചു. എന്നിട്ട് വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷണമായിട്ട് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് മാനസാന്തര സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചു. മാനസാന്തര സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ച് കൊട്ടാരത്തിൽ ചെന്നു. കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം വലിയ, ഞാൻ അറിയാതെ എൻ്റെ വോളിയം കൂടിപ്പോയത്, അദ്ദേഹത്തിൻ്റെ വോളിയം ഇച്ചിരി കൂടുതലാണ്. കൊട്ടാരത്തിൽ ചെന്നിച്ച് രാജാവിനോട് പറഞ്ഞു, നിൻ്റെ സഹോദരനായ ഫിലിപ്പിൻ്റെ ഭാര്യയെ നീ വെച്ചുകൊണ്ടിരിക്കുന്നു. നീ രാജത്വത്തിന് യോഗ്യനല്ല, പാപമാണ് നീ ചെയ്യുന്നത്, നീ അനുദപിക്കുക. ഹേരോദാവിനും വലിയ വിഷമുണ്ടാക്കിയില്ല. പക്ഷേ ഫിലിപ്പിൻ്റെ ഭാര്യയ്ക്ക്, കാരണം അവൾ വേശ്യയാണെന്ന് വിളിച്ച് പറഞ്ഞില്ലയോ, ഫിലിപ്പിൻ്റെ ഭാര്യയ്ക്ക് ഇത് പിടിച്ചില്ല. ഉടനെ തന്നെ രാജാവിനെ പ്രീണിപ്പിച്ച് ഒരു നൃത്തം വെച്ചു. അവളുടെ മകള് അർദ്ധനഗ്നയായി അവൾ നൃത്തം ചെയ്തു. പ്രായപൂർത്തിയായ പെണ്ണ. അത് കണ്ട് രാജാവിനെ അതങ്ങ് പിടിച്ചു. അപ്പോൾ നല്ല സന്തുഷ്ടനായിട്ട് പറഞ്ഞു, ഓ, നിനക്ക് രാജ്യത്തെ പകുതി വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, ഞങ്ങൾക്ക് രാജ്യമൊന്നും വേണ്ട, ഒരു താലത്തിൽ സ്നാപക യോഹന്നാൻ്റെ തല അറുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞതിന് തല നഷ്ടപ്പെട്ട ആളാണ് ഇദ്ദേഹം. എവിടെ പൗരോഹിത്യ കർമ്മം നിർവഹിച്ചു? ഒരിക്കലും ചെയ്തിട്ടില്ല. ഇദ്ദേഹം ഒരു എവാഞ്ചലിസ്റ്റായിരുന്നു. രാജാവിനോട് പോലും നീ ചെയ്യുന്ന തെറ്റാണ്, പാപമാണ് നീ ചെയ്യുന്നത് എന്ന് പറയാൻ കഴിവുള്ള ആളായിരുന്നു. അതിന് ആൾക്കാരിങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നന്മ തന്നെ ഒരുപാട് പറഞ്ഞപ്പോൾ ഇതാണ്, ഞാൻ രക്ഷകനായ യേശുവിൻ്റെ മുൻപേ വന്നവനാണ്, ഞാൻ രക്ഷകനല്ല, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് തന്നെയും താഴ്ത്തി സംസാരിച്ച മനോഹരനായ വ്യക്തി. പക്ഷേ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ അതിൽ വളരെ സന്തോഷിക്കുന്നു.
വളരെ സന്തോഷിക്കുന്നത് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്ന് അതാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. കർത്താവേ സ്തോത്രം. അത് എഴുതിയത് ആരായെങ്കിലും അവിടുത്തെ കൈയാണ് അതിനകത്ത്. എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ. പറഞ്ഞത് ആരാന്നൊരു യേശു തമ്പുരാൻ. ആ ആള് ലേവി പുരോഹിതനാണെന്ന് പറഞ്ഞത് ഭയങ്കര തെറ്റാ, പാപകർമ്മമാണത്. അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടില്ല. പിന്നത്തേതെന്താ, യോഹന്നാൻ കർത്താവിൽ നിന്നും 3 വാക്കുകൊണ്ട് കാര്യമെന്ന് സാധിച്ചു. യോഹന്നാൻ കർത്താവിന് പട്ടം കൊടുത്തോ, പുരോഹിതനാക്കിയോ, പൗരോഹിത്യം കൊടുത്തോ, ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലേവി ഗോത്രത്തിന് മാത്രം വിധിക്കപ്പെട്ടതാണ് ഈ പൗരോഹിത്യം. യേശു തമ്പുരാൻ ലേവി ഗോത്രത്തിലുള്ള ആളല്ല, യഹൂദ ഗോത്രത്തിലുള്ള ആണ്. വാറിയറാണ്, രാജ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ഇവർ ലേവി ഗോത്രത്തിൻ്റെ പൗരോഹിത്യം കൊടുത്തത്. ഇതിനേക്കാൾ കള്ളം വേറെ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. തൻ സ്ലീഹന്മാർക്ക് 12 സ്ലീഹന്മാരിൽ ആരെയെങ്കിലും പുരോഹിതനാക്കി നിങ്ങൾ കണ്ടോ, കേട്ടോ? ഒരിക്കലും നടന്നിട്ടില്ല. ഇതെല്ലാം കള്ളമാണ്. പിന്നത്തേതാണ് ലോകത്തിലേക്ക് തമാശയ്ക്കുള്ള ഒരു കാര്യം. ഇത് ഞാൻ പല തിരുമേനിമാരോടും അച്ഛന്മാരോടും ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ചിരിച്ചു. എന്താണെന്നറിയോ? നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്കേകി സ്ലീഹന്മാർ. നാനാ സൃഷ്ടി വിഭാഗം എന്ന് വെച്ചാൽ പട്ടി, പൂച്ച, എലി, ഇങ്ങേയറ്റം മണ്ണരയ്ക്ക് വരെ കൊടുത്തോ? നാനാ സൃഷ്ടിഭാഗങ്ങൾ കൊടുക്കാനുള്ളതാണോ പൗരോഹിത്യം? അപ്പോൾ കള്ളം പറയുന്നതിനും ഒരതിരില്ലാതെ പോയിരിക്കുന്നു. അത് സർവത്ര തെറ്റാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്താണ്? ലേവ്യ പൗരോഹിത്യം സക്രിയമായിട്ട് നിന്നുപോയി. പിന്നെ പൗരോഹിത്യം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലായിരുന്നു. പൗരോഹിത്യ ശുശ്രൂഷ ആൾക്കാരൊക്കെ ചെയ്ത് കാണുമായിരിക്കും. അത് രണ്ടും രണ്ടാ. പുരോഹിതൻ വേറെ, പൗരോഹിത്യ ശുശ്രൂഷ വേറെ. എത്രയോ പേര് മരിച്ചു കാണും, എത്രയോ മാമോദിസ മുക്കി കാണും, എന്തെല്ലാം നടന്നു കാണും. അതെല്ലാം പൗരോഹിത്യ ശുശ്രൂഷയാണ്. പൗരോഹിത്യം അവിടെ നിന്നുപോയി, കട്ട് ആയിപ്പോയി. ഇനി പിന്നിപ്പം നിങ്ങൾക്കറിയാമല്ലോ, മഹാപുരോഹിതനാണ് യേശു. അതെ, യേശു മഹാപുരോഹിതനാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിരുന്നാൽ, ദൈവത്തിൻ്റെ ഒരു പുരോഹിതൻ ആയിരുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു മൽക്കിസദേക്ക്. മൽക്കിസദേക്കിനെ കണ്ടപ്പോൾ അബ്രഹാം താൻ കൊള്ളയിട്ടുകൊണ്ട് വന്നതിനകത്ത് എല്ലാ 10 അവിടെ കൊടുത്തു. അങ്ങനെയാണ് ഈ ദശാംശം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത്. 10 കൊടുത്തു, അവനെ അനുഗ്രഹിച്ചു വിട്ടു. അപ്പോൾ ഈ മൽക്കിസദേക്കും ഈ ലേവിയുമായിട്ട് ഒരു ബന്ധവുമില്ല. രണ്ടും രണ്ടാ. ലേവി ആടിൻ്റെയും കാളയുടെയും ചോരയുടെ പുറകെ പോകുമ്പോൾ മൽക്കിസദേക്ക് അപ്പവീഞ്ഞികൾ കൊണ്ട് ബലി നടത്തുന്ന ആളായിരുന്നു. അതാണ് നീ എന്നേക്കും മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതനെന്ന് യേശുവിനെ വിളിച്ചത്. യേശുവിന് ആ വിളിപ്പേര് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 1 പത്രോസ് 1:9 നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളോ തൻ്റെ അത്ഭുത പ്രകാശത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ഞാൻ ഇച്ചിരി ചുരുക്കി അങ്ങ് പറയാം. 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ആര്? നിങ്ങൾ കേവലമല്ല, നിങ്ങൾ വളരെ വിശേഷപ്പെട്ട ആൾക്കാരാണ്. യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനാണെന്നുണ്ടെങ്കിൽ പൗരോഹിത്യം നിങ്ങളിൽ വന്നു. കാരണം യേശുവിൻ്റെ എല്ലാം നിങ്ങളുടെയാ. യേശു നേടിയത് സകലതും നിങ്ങൾക്കാണ്. പത്രോസ് ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അന്ധകാരത്തിൻ്റെ ജീവിതം നയിച്ചുകൊണ്ടിരുന്നവരാ, നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു.
അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നിങ്ങൾ വലിയ ആൾക്കാരായി തീർന്നിരിക്കുന്നു. ഈ പൗരോഹിത്യം യൂണിവേഴ്സൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ യൂണിവേഴ്സൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പൗരോഹിത്യ ശുശ്രൂഷകളൊന്നും ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ആരഭിഷേകം ചെയ്തു? ആരും നിങ്ങളെ പൗരോഹിത്യ അഭിഷേകം നൽകിയിട്ടില്ല. നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇപ്പം ഈ പുരോഹിതന്മാർ പൗരോഹിത്യമേ നിന്നുപോയി. പിന്നെ അവർക്ക് ഈ അഭിഷേകം എന്ന് പറഞ്ഞ പ്രശ്നമേ ഇല്ല. കൈവപ്പ് അവിടുന്ന് കിട്ടി, കൈവപ്പ് ഇവിടുന്ന് കിട്ടി എന്ന് പറയുന്നതെല്ലാം അന്നേരം മുഴുവൻ കാപട്യമാണ്. കൈവപ്പ് വേറെയാണ്, പൗരോഹിത്യം വേറെ, കൈവപ്പ് വേറെ. കൈവപ്പ് എന്ന് വെച്ചിരുന്നാൽ സപ്പോസ് ഈ നമ്മുടെ ഏലിശ പ്രവാചകൻ ഒരു വലിയ പ്രവാചകനായിരുന്നു. അദ്ദേഹം ശിഷ്യനെ വിളിച്ചിട്ട് ഇന്ന സംഗതിയുണ്ട്, അത് നീ പോയി ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കൈവച്ച് പ്രാർത്ഥിച്ചാൽ അതിനൊരു അനുഗ്രഹമുണ്ട്. പക്ഷെ ഇതും പൗരോഹിത്യവുമായിട്ട് പറയത്തക്ക ബന്ധമൊന്നുമില്ല. ഈ പൗരോഹിത്യം ഇല്ലാത്തവരുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്. പിന്നെ ഞാൻ എന്തിനാ അത് പറയുന്നത്? പൗരോഹിത്യം എന്ന് പറയുന്നത് സഖറിയായുടെ അവിടെ നിന്ന് കട്ടായിപ്പോയി. പിന്നെ ഉപജീവന മാർഗത്തിന് വേണ്ടി കാൽസ്രായി വിട്ട് തൊപ്പിയും വച്ച് ഈ വേല ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിന് പ്രസക്തി ഒന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു വയറ്റിപ്പിഴപ്പിനുള്ള അത്രേ ഉള്ളൂ. അന്നേരം ഇന്ന് നമുക്ക് കാണാൻ പറ്റാവുന്ന പല രൂപത്തിലും ഭാവത്തിലുമുള്ള ഈ വേഷവിധാനങ്ങളോടുകൂടി ഇവർ വേദപുസ്തകം കയ്യിലെടുക്കുകയും ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും, എന്നാൽ വിവിധ വേഷഭൂഷാദികളും തൊപ്പികളും വടികളും ഒക്കെ പിടിച്ച് നടക്കുന്ന ഇവർ ഒരു 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 കുടിൽ വ്യവസായം അല്ലെങ്കിൽ ഒരു ഉപജീവന പ്രസ്ഥാനം, അതിനപ്പുറത്തേക്ക് ഇനി ഒരു സഭയെന്നോ ദൈവത്തിൻ്റെ സഭയെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് വേദപുസ്തകാനുഷ്ഠാനമായിരിക്കണം. ഇതൊന്നുമല്ല. വേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇറ്റ് ഈസ് കട്ട് മീൻസ് കട്ട് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടക്കുന്നു. അത് ഞാൻ അവരെ ഒന്നും പറയുന്നതിന് തയ്യാറല്ല. എന്നാൽ അവർ കാണിക്കുന്നത് പാപം എന്ന് പറഞ്ഞിരുന്നാൽ രണ്ട് തരം പാപമുണ്ട്. ഒന്ന് ക്ഷമിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവിന് എഗൻസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്ന പാപം ഒരെണ്ണം പോലും ക്ഷമിക്കപ്പെടുകയില്ല. നമ്മൾ എത്ര ആളിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ല. അതായത് നാം എല്ലാം രാജകീയ പൗരോഹിത്യത്തിന് അംശികൾ എന്ന് പറയുമ്പോഴും ഇവർ നമ്മളെ ഒരു അൽമായരെന്നും ഇവർ തിരുമേനിമാരെന്നും അതല്ലെങ്കിൽ ഒരു പൗരോഹിത്യമെന്നും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കി. അങ്ങനെ ഇവരെ വെറും ഒരു ആടുകളെന്നും ഇടയന്മാരെന്നും പറഞ്ഞ് ഇവരൊരു വേർതിരിവുണ്ടാക്കി. യഥാർത്ഥത്തിൽ ഇവർ സുഖിച്ചു വാഴുകല്ല ഇപ്രകാരം ഒരു പച്ചക്കള്ളം പറഞ്ഞ്. ഇത് ദൈവം തമ്പുരാൻ എസെക്കിയേലിൻ്റെ പ്രവചനത്തിൽ പറയുന്നു, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് ഇവന്മാർ സ്വയം മേയ്ക്കുന്നു. അവർ നല്ലതിനെ എല്ലാത്തിനെ അറുത്ത് തിന്നുന്നു. നല്ല രോമമുള്ളതിൻ്റെ എല്ലായിടത്തും അവരുടെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നല്ല ഇതുണ്ടാക്കുന്നു. എൻ്റെ കാലൊടിഞ്ഞാൽ അവരാരും എടുക്കുന്നില്ല. ഈ ആട്ടുകുട്ടികൾ മേളോട്ട് കയറിപ്പോകും, പക്ഷെ ഇറങ്ങാൻ അതിനറിയത്തില്ല. അപ്പോൾ അത് കുറേ നേരം അമ്മയെന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് ഈ അമ്മ വന്ന് എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ എടുത്ത് ചാടും, കാലൊടിഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് അത് ചാവത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളതിനെ ഇന്ന രീതിയിൽ വേണം കെട്ടേണ്ടത്. കെട്ടിക്കഴിഞ്ഞിട്ടെടുത്ത് തോളത്തിട്ട് അങ്ങ് കൊണ്ടുപോകണം. 2 ദിവസം അവർ റെസ്റ്റ് എടുക്കട്ടെന്ന്. ഇവരത് ചെയ്യത്തില്ല. അതിനെ വിലപിക്കുന്ന കർത്താവിനെ നമ്മൾ എസെക്കിയേലിനകത്ത് കാണുന്നുണ്ട്. എന്നിട്ട് എസെക്കിയേലിൻ്റെ പുസ്തകം തീരുന്നിടത്ത് കർത്താവ് പറയുകയാണ്, ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഈ ഇടയന്മാരെ എനിക്ക് വേണ്ട, എൻ്റെ ആളുകളെ എല്ലാം ചിതറിച്ച് കളയുക. വന്യമൃഗം വരുന്നത് കാണുമ്പോൾ അതിനെ രക്ഷിക്കുന്നില്ല, എല്ലാത്തിനെയും അവർ ചിതറിച്ച് കളയുന്നു. അവർ നല്ലപോലെ തിന്നുകയും ചെയ്യുന്നു, എൻ്റെ ആടുകളെല്ലാം ചിതറിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ട് വിലപിച്ചിട്ട് പറയുകയാണ്, ഇനിയും എനിക്ക് ഇടയന്മാരെ വേണ്ട, ഞാൻ എൻ്റെ ആടുകളെ സംരക്ഷിക്കും. അപ്പോൾ ആ പറഞ്ഞു വന്നിടത്ത് ആടിനെ ദൈവം സംരക്ഷിക്കും, നമുക്കെന്തുവാ? യഹോവ ഉടനെ തിരുത്തിച്ച് പറയുക, നിങ്ങൾ ആടുകളല്ല, നിങ്ങൾ എൻ്റെ മക്കളാ, മനുഷ്യരത്രേ, ഞാൻ നിങ്ങളുടെ ദൈവം, ഞാൻ നിങ്ങളെ സംരക്ഷിക്കും എന്ന് പറയുന്നു. ആക്ച്വലി ഈ ഇടയന്മാരെ ദൈവം വെറുക്കുന്നു.
ചുരുക്കം പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സംരക്ഷണം ഉള്ളപ്പോൾ ഈ ഇടയന്മാരെന്ന് നടിച്ച് നടക്കുന്ന ഈ കുപ്പായ കൂദാശ തൊഴിലാളികളുടെ ആവശ്യമില്ല, പ്രസക്തിയില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.